തെറ്റ്. അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം മാനസിക രോഗം ചിന്തിക്കുന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നതല്ല. ഇയാൾക്കൊന്നും മാനസിക രോഗമൊന്നും ഒരിക്കലും ഇയാൾക്ക് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിരിക്കും. കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാൻ വന്നാൽ പറയും ചോദിക്കണ്ട, ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും വന്നിട്ട് പോയതാണ്. അയാൾ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. അയാൾക്ക് ഒരു ദയയില്ലാതെ അയാൾ ചെയ്തത്. ഇന്നലെ ഞങ്ങൾ ഓണത്തിന് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരുന്ന പതിവുണ്ട്. അവിട്ടത്തിൻ്റെ അന്നാണ് വരുന്നത്. അപ്പം എൻ്റെ അച്ഛൻ മരിച്ച കാരണം ഞങ്ങൾക്ക് പ്രാവശ്യം ഓണമില്ലാഞ്ഞിട്ട് വരാതിരുന്നതാണ്. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ച് വരണ ഇടി എല്ലാ പ്രാവശ്യം വരുന്നില്ല, നിങ്ങളൊന്ന് വന്നിട്ട് പോകും. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വന്നു. ഒരു 6:30 വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി തന്നു. ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ഇരുന്നതാണ്. അയാളും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആ കസേരയിൽ സിറ്റൗട്ടിൽ ആ കസേരയിൽ ഇരുന്ന് ഞങ്ങളുടെ കൂടെ കാര്യം പറയുന്നു ഒക്കെ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ അപ്പോൾ വിളിച്ച് 10:30 ആയപ്പോൾ വിളിച്ചിട്ട് ഞങ്ങളോട് പറയുന്നു ഇതുപോലെ അമ്മയെ വെട്ടിയുടെ ചേച്ചിന്ന് പറഞ്ഞാൽ മരുമോൾ വിളിക്കുന്നത്. നേരത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇയാൾ താഴെ ഒരു കട ഇട്ട് ഇരിക്കുന്നതാണ്. തയ്യക്കട ഉണ്ട്. അവിടെ ഇരുന്ന് തയ്ക്കുന്ന സമയത്ത് ഇയാൾക്ക് സംശയരോഗമുണ്ട്. ഇവർ ആഫീസിൽ പോയി ഇപ്പം 10-62 വയസ്സുണ്ട്. അതുവരെയും കിടന്ന് കഷ്ടപ്പെട്ട് ആഫീസിൽ പോയിട്ട് ഇപ്പം വീട്ടിൽ വന്നിരുന്ന് ആഫീസിൽ പോയിട്ട് വീട്ടിൽ വന്നിരുന്നായാലും തയ്ക്കി അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അയാൾക്ക് സംശയം എന്തിൻ്റെ പേരിലാണെന്നൊന്നും എനിക്കറിയത്തില്ല. പണ്ടേ പറയുമായിരുന്നു എന്നെ വെട്ടിക്കൊല്ലും. അങ്ങനെ അവരുടെ അച്ഛൻ്റെ ഈ വലിയമ്മച്ചിയുടെ ആങ്ങളയുണ്ട്. അവർ വന്ന് 2 മാസം മുമ്പ് കോംപ്രമൈസായി ഇതുപോലെ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പം പ്രശ്നങ്ങൾ സോൾവാക്കി ഇനി മേലെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം മദ്യപാനം ഇല്ല എന്നാണ് അറിഞ്ഞത്. മരുമോളൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇല്ല എന്നാണ്. മദ്യപിക്കുമ്പോഴാണ് പ്രശ്നം. ഇന്ന് രാവിലെ 9:30 ആയപ്പം ഇളയ മരുമോൾ ഇവിടെ ഉണ്ട്. അവൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയപ്പം പോയി കുറച്ച് കഴിഞ്ഞ് 10:30 ആയപ്പോൾ അവളെ വിളിച്ചിട്ട് പറയുന്നത് അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടു, നീ ഇങ്ങോട്ട് വരാൻ എപ്പോഴും. എന്നിട്ട് ഇയാളങ്ങ് ഇറങ്ങി പോയെന്ന്. അവർ വന്നപ്പോൾ അയാൾ ഇവിടെ ഇല്ല. അവരന്നേരം കൂടി വന്ന് നോക്കിയപ്പോൾ ഉള്ള പക്ഷെ അവർ കിടന്ന് വിളിച്ചു പോയി ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും ഇവൻ പോയി എന്നാണ് പറയുന്നത്. വേറെ എന്തോ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കത്ര 2 ആമ്പിള്ളേർ ഇവരെ ഉപദ്രവിക്കുമെന്നറിയാം. അപ്പോൾ ഇവളിവിടെ ഉണ്ടെങ്കിൽ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ വഴക്കൊന്നുമില്ല, സന്തോഷമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഓണത്തിനൊന്നും പ്രശ്നമില്ല. മോനും ചേട്ടനുണ്ട്. ചേട്ടൻ വന്ന് ഇല്ല അതിനപ്പുറം ലോകമില്ല. ഇപ്പോഴും സംഭവിച്ചതെല്ലാം കാര്യം എല്ലാവരും സന്തോഷമായിട്ടൊന്നും ആഹാരമൊക്കെ കഴിച്ച് പോയതെല്ലാവരും രാവിലെ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അപ്പോൾ പോലീസൊന്നും വന്നിട്ടില്ല. അപ്പം കുറച്ച് പേരുണ്ട് ഞങ്ങളെല്ലാം കൂടെ അകത്തേക്ക് ഇങ്ങനെ കിടക്കുക. കൈ കെട്ടിയേക്കുമായിരുന്നു. ഇല്ല, കഴുത്തി മുറിക്കുന്ന കയർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഇവിടെ എന്തോ ചവിട്ടിയെന്ന് കത്താൾ വെച്ച വെട്ടിയെന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് പള്ളിയിൽ തന്നെ കത്താൾ വെച്ച വെട്ടിയെന്ന് പറയുന്നത്. നേരത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നല്ലേ? നേരത്തെ പ്രശ്നങ്ങൾ പുള്ളി മദ്യപിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അല്ലാതെ വേറെ പുള്ളിയുടെ സ്വഭാവം അങ്ങനെ ഇതാണ്. 2 മാസം മുമ്പ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും വന്ന് കുടുംബക്കാരെല്ലാവരോടും സംസാരിച്ച് സോൾവാക്കി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ ഇവിടെ നിന്നെയും വെട്ടും കുറേ കാലമായിട്ട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കൂടെ വന്ന് ഇവിടെ സംസാരിച്ച് സോൾവാക്കിയതാണ്. പിന്നെ അതിന് 2 മാസം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് ഇങ്ങനെ എന്തുണ്ടെങ്കിലും ഓടി വരുന്ന ചേട്ടനുണ്ടല്ലോ, അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കിടക്കുന്നു. എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. ഉപദ്രവിക്കുമെന്നുള്ള പേടി. മക്കളോട് ദേഷ്യമാവുമോ? മക്കൾ ഇതറിഞ്ഞ എത്രയായാലും അമ്മ അടിച്ചെന്ന് പറഞ്ഞാൽ മക്കൾ ചോദിക്കാൻ പറ്റില്ലേ? അപ്പം മക്കളുമായിട്ട് അച്ഛൻ തെറ്റുമോ? അഭിമാനി ഇവർ വേറൊരാൾ അറിയാതെ ഒതുക്കി അയാളുടെ കൈ കൊണ്ട് തന്നെ അവരുടെ ജീവിതം ഇത്രയും വഷളായി പോയത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം ഭയങ്കര ഇതായിട്ട് പ്രശ്നമായതാണ്. അന്നേരം പറഞ്ഞതാണ് ചേട്ടൻ വന്ന് മൂത്ത മോൻ വന്ന് വിളിച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ വാ അമ്മേ, നിങ്ങൾ എൻ്റെ കൂടെ വാ. അങ്ങനെ മോൻ അതിന് ശേഷം വലിയ മിണ്ടാട്ടമൊക്കെ ഇല്ലാതിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ ആഗ്രഹത്തിന് ഉണ്ണാൻ വന്നതുമല്ല, അപ്പുറത്തെ വീട്. ഈ അമ്മ വിളിച്ചതുകൊണ്ട് മക്കൾ അച്ഛൻ്റെ കൂടെ വന്നിരുന്ന് ഉണ്ണുന്നില്ലെന്നും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ അമ്മ വിളിച്ചതിൻ്റെ പുറത്ത് അണ്ണം വന്ന് കഴിച്ചിട്ട് പോയത്. സന്തോഷമായിട്ട് തിരുവോണത്തിന് ചേച്ചി ഇവിടെ വിട്ട് പോകില്ല. ചേട്ടനെ വിട്ട് പോകത്തില്ല. 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. 3-4 വയസ്സിൻ്റെ വ്യത്യാസമുള്ള. പറയാനില്ല, എല്ലാവർക്കും പോസിറ്റീവാണ്. നല്ല കടയിൽ ഇറങ്ങിയാലായാലും കടമ്പുകളോട്ടൊക്കെ പോയാലായാലും
അത് ഞങ്ങൾ ആദ്യം ഒരു വെള്ള ഷർട്ടും കണ്ടിട്ടിരുന്നു അതകത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് മൊത്തം ചോര അതൊരു കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോസ് അറിയുമ്പോൾ ബോധമില്ലായിട്ടാണ്. അയാൾക്ക് ഒരിക്കലും ഞാൻ പറയാം, എനിക്ക് എന്ന് വെച്ചാൽ ഈ ആരെക്കാട്ടിലും കൂടുതൽ എനിക്കറിയാം അയാൾ ഒരിക്കലും അയാൾക്ക് ഒരു മാനസിക രോഗമില്ല. എന്ന് വെച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വലിച്ചനെ വിളിക്കുകയും പറയും. എന്നോടായാലും എന്ത് കാര്യമായാലും ഇപ്പോൾ എന്ത് കാര്യം ആലോചിക്കണമെങ്കിൽ എന്നെ വിളിക്കുകയും വലിച്ചനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വലിച്ചന് മാനസിക രോഗം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇത്രയും ക്രൂരനായിരുന്നു, ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ഇത് മനസ്സിനകത്ത് ഇത്രയും കൊണ്ടു നടന്നിട്ട് ഇത്രയും ദേഷ്യം അവരോട് ഉണ്ടായിട്ടാണല്ലോ അവരത് ചെയ്തതെന്ന്. അവരെന്തോ തെറ്റ് ചെയ്തിട്ട് ഒരു തിരിച്ചൊരു വൈഫ് ഇപ്പം എന്നെ ഒന്ന് അടിച്ചാൽ ഞാൻ തിരിച്ച് പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ പറയാം അവൾ പ്രതികരിച്ചിട്ട് അവളെ അടിച്ചതെന്ന് പറയും. ഇതങ്ങനെ പോലും ഒരു തെറ്റ് അവരുടെ ഭാഗത്തൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തെറ്റ് അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം മാനസിക രോഗങ്ങൾ ചിന്തിക്കുന്നത് തെറ്റ് തന്നെയാണ്.